തൃശ്ശൂരിലെ പുലിക്കളിയുടെ ആവേശ കാഴ്ചകളാണ് പ്രേക്ഷകർ മാതൃഭൂമിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൈപിടിച്ച് നിരനിരയായി പുലികൾ നിൽക്കുന്നു. പിന്നിൽ ചൂടുവയ്ക്കുന്ന പുലികൾ, അത് പല വർണ്ണങ്ങളിൽ പല ഡിസൈനുകളിലുള്ള പുലികളെയാണ് ഇത്തവണ കലാകാരന്മാർ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. 9 ദേശങ്ങൾ 51 വീതം പുലികൾ. അങ്ങനെ പുലിക്കളി സംഘങ്ങൾ തൃശ്ശൂർ റൗണ്ടിനെ കീഴടക്കുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം മനോഹരമായ നിശ്ചല ദൃശ്യങ്ങളും ഓരോ ദേശക്കാരും ഒരുക്കിയിട്ടുണ്ട്. ഒന്നിനൊന്ന് മെച്ചമെന്ന നിലയിൽ ഇനി ആർക്കാണ് ഒന്നാം സമ്മാനമെന്ന് ജഡ്ജസിൻ്റെ ഒരു വലിയ സംഘമുണ്ടാവാർ അത് മാർക്കൊക്കെ ഇട്ട് തീരുമാനിക്കും. പക്ഷേ ആളുകളെ സംബന്ധിച്ച് എല്ലാവർക്കും കൈയടിച്ചും അല്ലെങ്കിൽ അവരുടെ താളത്തിനൊത്ത് ചൂടുവെച്ചുമൊക്കെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാ സംഘങ്ങൾക്കും ഒരുപോലെയുള്ള ഒരു പിന്തുണയും പ്രോത്സാഹനവുമാണ് നൽകുന്നത്. സമയം 5:18 കുറച്ചുകൂടി ഇരുട്ട് വീണ് തുടങ്ങുമ്പോൾ കൂടുതൽ മനോഹരമായ കാഴ്ചകളിലേക്ക് കൂടി വരും. കാരണം പല പുലികളെയും പെയിൻറ് ചെയ്തിരിക്കുന്ന ഫ്ലോറസൻ പെയിൻ്റൊക്കെ ഉപയോഗിച്ചാണ്. അപ്പോൾ അതിൽ ആ ഒരു തിളങ്ങുന്ന പുലികളെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. മുഖംമൂടികളിൽ കണ്ണുകളൊക്കെ തിളങ്ങുന്ന കണ്ണുകളാണ്. അതൊക്കെ രാത്രിയാകുന്നതോടുകൂടി കൂടുതൽ വർണ്ണാഭമായ കാഴ്ച, അതായത് രാത്രിയിലെ പുലിക്കളി അല്ലെങ്കിൽ ഒരു പുലിവേട്ട എന്ന് പറയാവുന്ന നിലയിൽ പുലികൾ നിറങ്ങളാൽ മുങ്ങി ഉള്ള പുലികളെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ രാവിലെയും രാത്രിയും 2 വിധത്തിലുള്ള ഭംഗിയുള്ള കാഴ്ചകൾ സമ്മാനിക്കാൻ പുലിക്കളി സംഘങ്ങൾക്ക് കഴിയുന്നുണ്ട്. അങ്ങനെ എല്ലാ സംഘങ്ങളും ആവേശത്തോടെ വലിയ തിരക്കാണ്. നോക്കൂ, ആ പുലികളെ കാണാം. അതിന് ചുറ്റും ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. പരമശിവനുണ്ട്. അങ്ങനെ പല വിധത്തിൽ നേരത്തെ ഹനുമാനെ കണ്ടു, പുലിമീനെ കണ്ടു, ഗരുഡനെ കണ്ടു. അങ്ങനെ പല വിധത്തിലുള്ള രൂപങ്ങൾ, അത് പലതും ഇന്നലെ വരെ അവർ പുറത്ത് കാണിച്ചിട്ടില്ല. വളരെ രഹസ്യമായി സസ്പെൻസായിട്ടൊക്കെ സൂക്ഷിച്ചു വെച്ച് ഇന്നാണ് ഈ രൂപങ്ങളെയൊക്കെ ഓരോ സംഘങ്ങളും പുറത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ വളരെ കൗതുകരമായ കാഴ്ച. പുലികൾ നീങ്ങുന്നു, അതിനൊപ്പം തന്നെ ഈ നിശ്ചല ദൃശ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വളരെ കളർഫുള്ളായ, അതായത് തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ തൃശ്ശൂർ റൗണ്ടിനെ ഇളക്കി മറിക്കുന്ന മറ്റൊരു ഇവൻ്റ് എന്നത് പുലിക്കളി തന്നെയാണ്. അത് അതിഗംഭീരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഹിമ ഹരിദാസ് ചേരുന്നുണ്ട്. ഹിമ, എങ്ങനെയാണ് ഇതിപ്പോൾ എല്ലാ പുലിക്കളികളും ഏതൊക്കെ സ്ഥലങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു? ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? പുലികളെ കഴിഞ്ഞാൽ നിറയെ ആളുകളാണ്. പുലികളെ കഴിഞ്ഞാൽ നിറയെ ആളുകളാണ്. ആളുകൾ ഓരോരുത്തരായി ഇങ്ങനെ ആവേശത്തിൽ പുലികളുടെ അടുത്തേക്ക് തുറന്നു നീങ്ങുകയാണ്. അവരെ തൊടാനൊക്കെയുള്ള ശ്രമങ്ങളോട് നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും നടക്കില്ല. അതുകൊണ്ട് ആളുകളെ നിയന്ത്രിക്കുകയാണ്. നിയന്ത്രണം തെറ്റി പുലികളുടെ അടുത്തേക്ക് വന്ന് സ്റ്റെപ്പ് ഇടാനൊക്കെയുള്ള ആവേശത്തിലാണ്. ഇവിടത്തെ ആളുകളും പുലികൾ തന്നെയാണ്. കുറ്റം കൂടി നിന്ന് ഓരോരുത്തരും പുലികളായി മാറി അങ്ങനെ സ്റ്റെപ്പിട്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. വെളിയന്നൂർ ദേശത്തിന്റെ ഫ്ലാഗ് ഓഫോട് കൂടി ഔദ്യോഗികമായി ഉദ്ഘാടനം കഴിഞ്ഞു. ഓരോ ടീമിനും പ്രത്യേക ഫാൻ ബേസ് തന്നെയുണ്ട്. അപ്പോൾ ഓരോ ടീമുകൾ എവിടേക്കാണ് അന്ന് കയറുന്നത് ഞാൻ പറയാം. 9 ടീമുകളാണ് ആകെയുള്ളത്. അതിൽ വിനീത് എക്സ്പരി കുട്ടക്കുഴങ്ങര ദേശവും, കല്യാൺ ജില്ലയുടെ സമീപത്തിൽ യുവജന സംഘം വിയൂരും, നടുവിലാൽ ജംഗ്ഷൻ വഴി തങ്കളംകുറങ്ങര ദേശവും, അയ്യന്തൂർ ദേശം, തക്കാമുക്ക് ദേശം, സീതാറാം ദേശം എന്നീ 4 ടീമുകളും നായ്ക്കനാൽ ജംഗ്ഷൻ വഴി നായ്ക്കനാൽ ദേശവും പാട്ടിരായ്ക്കൽ ദേശവും സ്വരാജ് റൗണ്ടിലാണ് പ്രവേശിക്കുക. അത് ഓരോ ടീമുകളായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ ആവേശത്തിലാണ് ആളുകൾ ഈ ഒരു സ്വരാജ് റൗണ്ടിനെ കീഴടക്കി. ഓരോ പുലികളും അങ്ങനെ ചുവട് വെച്ച് അരമണി തിരിക്ക് നടന്നു നീങ്ങുന്ന അതിമനോഹരമായ കാഴ്ചയാണ് അത് ഇവിടെ കാണാൻ കഴിയുന്നത്. അതിൽ ഓരോ പുലികൾക്കും വ്യത്യസ്തതയുണ്ട്. മഞ്ഞപ്പുലിയുണ്ട്, പച്ചപ്പുലിയുണ്ട്, പുള്ളിപ്പുലിയുണ്ട്, കരിമ്പുലിയുണ്ട്, ഫ്ലൂറസെന്റ് പുലികളുണ്ട്, അതിൽ തന്നെ കുട്ടിപ്പുലിയുണ്ട്, വലിയ പുലിയുണ്ട്, കുടവയറുള്ള പുലിയുണ്ട്, മെലിഞ്ഞ പുലിയുണ്ട്, ജിമ്മൻ പുലിയുണ്ട്, പെൺപുലിയുണ്ട്. അങ്ങനെ പുലികളുടെ ഒരു വ്യത്യസ്തത തന്നെയാണ്. ഒരുപാട് പുലികൾ അങ്ങനെ ആവേശത്തിൽ ചുവട് വെച്ച് അരമണി കിലുക്കി സ്വരാജ് റൗണ്ടിലൂടെ നടന്നു നീങ്ങുന്ന അതിമനോഹരമായ കാഴ്ചയാണ്. പക്ഷേ ഈ കാഴ്ചയുടെ ചന്തമേറണമെങ്കിൽ കുറച്ചുകൂടി ഈ സൂര്യരശ്മികൾ ഒന്ന് താഴണം, കുറച്ചുകൂടി ഇരുട്ടാകണം. അപ്പോഴാണ് ഇതിന്റെ ഭംഗി എത്രത്തോളം ഉണ്ട് എന്ന് ശരിക്കും അറിയാൻ കഴിയും. ഈ ഫ്ലൂറസെന്റ് പുലികൾക്കൊക്കെ ഒരു പ്രത്യേക അഴകാണ് ഇരുട്ടൊന്ന് വീണ് കഴിഞ്ഞാൽ. ആ സമയത്തേക്കുള്ള ഒരു കാത്തിരിപ്പിലാണ് നമ്മൾ എല്ലാവരും. ഓരോ ടീമിനും ഓരോ സസ്പെൻസുകളുണ്ട്. ഇത്തവണ പല ടീമുകളൊക്കെ വാലി വരെ വെച്ചാണ് ഇറങ്ങിയിട്ടുണ്ട്. ഒറിജിനൽ പുലിയെ വെല്ലാനുള്ള തയ്യാറെടുപ്പിലാണുള്ളത്. സാധാരണഗതിയിൽ പുലികൾ ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് വലിയ പേടിയോട് കൂടിയാണ് റിപ്പോർട്ട് ചെയ്യുക. പക്ഷേ ഈ പുലികളുടെ വരവ് നമുക്ക് വലിയ സന്തോഷം തരുന്നതാണ്. വേറെ ഏത് ജില്ലയ്ക്ക് ഇത്ര ഗംഭീരമായ ഒരു ഓണാഘോഷത്തിന്റെ സമാപനം എന്ന് പറയുന്നത് അത് തൃശ്ശൂർ ജില്ലയ്ക്ക് മാത്രം അവകാശപ്പെടാനുള്ളതാണ്. തൃശ്ശൂർ ജില്ലയുടെ 2ാം പൂരമായ ഈ പുലിക്കളി വലിയ ആവേശത്തോടെ തന്നെ തൃശ്ശൂരിൽ ഓരോ ജനങ്ങളും കൊണ്ടാടുന്നുണ്ട്. തൃശ്ശൂരിലെ മാത്രമല്ല മറ്റ് ദേശങ്ങളിൽ നിന്നും മറ്റ് ജില്ലക്കാരും മറ്റ് സംസ്ഥാനക്കാരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് കണ്ട് ആസ്വദിക്കാൻ വിദേശികൾ വരെ വന്ന് ഇതിന്റെ ഒരു മഹിമയറിഞ്ഞ് വന്ന് കണ്ട് അവർ ആസ്വദിക്കുന്നുണ്ട്. അത്രയധികം ജനകീയമാണ് ഈ പുലിക്കളി എന്ന് പറയുന്നത്. വിവിധ നാടുകളിൽ നിന്ന് വന്ന് കണ്ട് ആസ്വദിക്കുകയാണ്. കൈകൾ അങ്ങനെ ആ ഒരു വലിയ താളത്തിൽ ആകാശത്തേക്ക് ഉയർത്തി അവർ ആ താളത്തിനൊപ്പം ചുവട് വെച്ച് ഓരോ മനുഷ്യരും ഒപ്പം പുലികൾക്കൊപ്പം നടന്നു നീങ്ങുന്ന ഗംഭീര കാഴ്ചയാണ്. ഇവരൊക്കെ രാവിലെ പുലർച്ചെ തൊട്ട് കാത്തിരിക്കുന്നവരാണ്. നമ്മളുടെ കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ ഈ പുലിക്കളി കാണാനുള്ള കാത്തിരിപ്പാണ്. ഓരോ പുലികളുടെയും കാത്തിരിപ്പ് തുടങ്ങിയിട്ട് മാസങ്ങളായി. ശരീരം അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വരികയാണ്. ആ കുടവയർ അതുപോലെ നിലനിർത്തി അങ്ങനെ വരികയാണ്. അവരുടെ മാസങ്ങൾ നീണ്ട കാത്തിരിപ്പും നമ്മുടെ കുറച്ച് ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പുമാണ് ഈ പുലികളെ കാണാനായിട്ട്.
അവരതെങ്ങനെ ചുവട് വെച്ച് നിൽക്കുമ്പോൾ നമുക്ക് സംശയം തോന്നും കുറച്ച് കഴിയുമ്പോഴേക്കും ഇവർ തളരുന്നു. പക്ഷേ ഈ അവരുടെ ആവേശം കൂടുകയുള്ളൂ. ഈ ആരവങ്ങൾക്കിടയിൽ അവരുടെ ആവേശം കൂടി അവരങ്ങനെ കൂടുതൽ സന്തോഷത്തിലും കൂടുതൽ ആവേശത്തിലും ചുവട് വെച്ച് നീങ്ങുന്ന അതിഗംഭീരമായ കാഴ്ചയാണ്. ഇത്രയും മനോഹരമായ ഒരു കാഴ്ച. ഈ പുലിക്കളി എന്ന് പറയുന്നത് ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് തൃശ്ശൂരുകാരുടെ. അപ്പൊ തൃശ്ശൂരുകാരെല്ലാവരും അവരുടെ ആവേശത്തിൽ ചുവട് വെച്ച് ചുറ്റും പല നാടുകളിൽ നിന്ന് പോലും ആദ്യമായി പുലിക്കളി കണ്ട് ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നവരെ നമ്മൾ കണ്ടു. അവർക്കൊക്കെ കാണണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഈ സ്വരാജ് ഗ്രൗണ്ടിലേക്ക് വരികയാണ്. ഇവിടെ ഒന്നും സമയം വന്ന റൂമൊന്നും കിട്ടാനില്ല. കാരണം അത്രയധികം ആളുകളാണ് തൃശ്ശൂരിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. മറ്റൊരു നാടിനും അവകാശപ്പെടാനില്ലാത്ത തരത്തിൽ അത്ര ഗംഭീരമായ ഓണാഘോഷത്തിന്റെ സമാപനമാണ് ഈ തൃശ്ശൂരുകാർക്ക് പറയാനായിട്ടുള്ളത്. അതിഗംഭീരമായ ഒരു ആഘോഷം, അവരുടെ രണ്ടാം പൂരം എന്ന് തന്നെ നമുക്ക് പറയാം. അത്രയധികം ആവേശത്തിൽ ഓരോരുത്തരും താളം ചുവട്ടി ഇങ്ങനെ ചുവട് വെച്ച് ആ വന്യ താളത്തിനൊപ്പം നടന്നിട്ടുണ്ട്. ആ കൊട്ടിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഈ പുലിക്കൊട്ടിന് ആ ഒരു താളം മറ്റെവിടെയും ഉപയോഗിക്കില്ല. അത് ഈ തൃശ്ശൂർ പുലിക്കളിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. പുലിക്കളിയുടെ ആ പ്രത്യേക താളം, ആ താളത്തിനൊപ്പം അവർ ചുവട് വെച്ച് നീങ്ങുന്നതിന് പ്രത്യേക അഴകാണ്, പ്രത്യേക ഭംഗിയാണ്. അത് കണ്ട് ആസ്വദിക്കുകയാണ് ഓരോരുത്തരും. ദിവിഷ നമ്മളും അത് കണ്ട് ആസ്വദിച്ച് അങ്ങനെ നിൽക്കുകയാണ്. റിപ്പോർട്ട് ചെയ്യാൻ മറന്നുപോവാണ് സത്യം പറഞ്ഞാൽ അതിനിടയിൽ. അത്ര ഭംഗിയാണ് അത് കാണാൻ. ഓരോ ടാബ്ലോകളും വരുന്നുണ്ട്, അതിലും ഓരോ വ്യത്യസ്തത അവർ പരീക്ഷിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ എന്ന് പറഞ്ഞാൽ ആദ്യകാലങ്ങളിലൊക്കെ പുലിക്കളി മരത്തിന്റെ മുഖംമൂടി വെച്ചായിരുന്നു പുലി മുഖം ഉണ്ടാക്കിയിരുന്നത്. ശരീരത്തിൽ വെറുതെ ചായം പൂശുകയായിരുന്നു. പക്ഷെ ഇപ്പൊ അതിലുള്ള എത്ര മാറ്റം വന്നു. പഴയ പുലിക്കളിയിൽ നിന്ന് എത്രത്തോളം മാറിയിരിക്കുന്നു ഇന്നത്തെ ആ ഒരു പുലിക്കളിയും. അതിന്റെ പേരും പെരുമയും അതെ നാട് കടന്ന് അങ്ങ് അന്യനാട് വരെ എത്തി നിൽക്കുന്ന ഈ ഒരു കാലത്ത് പുലിക്കളി എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യത്യസ്തത വളരെയേറെയാണ്. പെൺപുലി, കുട്ടിപ്പുലി, വരയംപുലി, പുള്ളിപ്പുലി, അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് പുലികൾ. അതിൽ തന്നെ പരീക്ഷണങ്ങൾ നിരവധി നടത്തുകയാണ്. പുലിപ്പാദം, പുലിമുഖത്തിൽ തന്നെ പല വ്യത്യസ്തതകളുണ്ട്. പുലിവാല് വരെ ഇത്തവണയുണ്ട്. ആ പുലിവാല് നമ്മൾ രാവിലെ കാണിച്ചതാണ്. അപ്പൊ ആ പുലിവാലിലേക്ക് ഭംഗി എത്രത്തോളമാണ് എന്ന് നമുക്ക് ഈ സ്വരാജ് ഗ്രൗണ്ടിലേക്ക് ആ ടീം എത്തിക്കഴിയുമ്പോൾ കാണാൻ കഴിയും. ഇപ്പൊ ഓരോ ടീമുകൾ വലിയ ആവേശത്തിൽ സ്വരാജ് ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ കാഴ്ച പറഞ്ഞറിയിക്കുന്നതിലും നല്ലത് കണ്ട് ആസ്വദിക്കുന്നത് തന്നെയാണ് ദിനേശ്.